നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എന്നേലേക്ക് നിങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ടതായിട്ട് പറയുന്നു. അതിലൊക്കെ ഞാനൊന്ന് ഉത്തരം പറയാം. ഇന്ന് ഇന്ന് മാർക്കറ്റ് കിടപ്പിലാണ്. രാവിലെ അതിനെ മേളിൽ തൂക്കി വച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കല്ലിനെ തൂക്കി ഇട്ടതുപോലെ താളയിട്ടു. അത് -30 പോയി ഇരിക്കുന്നു ഇപ്പോൾ. ബാങ്ക് നിഫ്റ്റിയും -61 ഇരിക്കുന്നു. ഐയും 89, 50 ഇരിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ ഡെവിലിയൻ റൂമിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാവരും ഗ്രോത്ത് നോക്കിയോ? തലവനെ നോക്കിയാൽ 8.2 എന്ന് പറഞ്ഞു. ശരി, കാറ്റിനെ ഇറക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇറക്കേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ നോമിനൽ ഗ്രോത്ത്, റിയൽ ഗ്രോത്ത് എന്ന് ഇരിക്കുന്നു. നോമിനൽ ഗ്രോത്ത് 8.7, റിയൽ ഗ്രോത്ത് 8.2. ഇത് നോക്കുമ്പോൾ ഈ സാധനങ്ങളുടെ വില ഒക്കെ കയറിയില്ല എന്നാണ് പറയുന്നു. 0.5% തന്നെ ഒരു വർഷത്തിൽ വില കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ റോട്ടിലിറങ്ങി ഒരു സർവേ എടുത്ത് നോക്കിക്കോ. ഒരു 10 ഹൗസ് വൈഫിന് അവരെടുത്ത് ഈ വിലവാശി കൊടുത്ത് നിങ്ങൾ ചോദിക്കാം. പോയ വർഷം 100 രൂപ എന്ന് പറഞ്ഞ സാധനങ്ങൾ 100 രൂപ 50 കാശാണ് ചിലവാകുന്നു എന്ന് പറയുന്ന. ഇന്ന് അവർ വേറെ എന്തെങ്കിലും പറയണമെന്ന് നോക്ക്. സത്യമാ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങൾ എന്താണ് പറയുന്നു എന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയാം. റിയൽ ഗ്രോത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിനെ ഞാൻ മാത്രം പറഞ്ഞ അയ്യോ ഇവർ കോൺഗ്രസ്കാരാണ്, അതാണ് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഈ IMF എന്ന് പറയുന്നത് കോൺഗ്രസ് കക്ഷി സ്റ്റാർട്ട് ചെയ്തതല്ല. IMF നല്ല റിപ്പോർട്ട് തന്ന കാരണം നമ്മൾ നല്ല പട്ടാസ് സ്റ്റോക്ക് ഒക്കെ മേടിച്ചായിരുന്നു. IMF എന്ത് പറയണമെന്ന് വെച്ചാൽ ഇരിക്കുന്നതിൽ _D പോയാ പോട്ട് നീ C- വെച്ചോ. അങ്ങനെ തന്നെ പറഞ്ഞു. C- സ്കോർ കൊടുത്തിരിക്കുന്നു. എന്തിനാ ഇത് കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ എത്രയും ദൂരം നിങ്ങൾ സത്യം സംസാരിക്കുന്നു, നിങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് ഇരിക്കുന്നു, നിങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ ഇരിക്കുന്ന അതിൽ നിങ്ങൾക്ക് C- ആണ് എന്ന് കൊടുത്തിരിക്കുന്നു. അതിന്റെ ശേഷം ഈ കറന്റ് ടോപ്പ് ആയിരിക്കുന്നവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വയറിൽ 2 വലിയ എക്കണോമിസ്റ്റ് വിളിച്ചുകൊണ്ട് വന്നു. അതിൽ ഒരാളുടെ പേര് സെൻഗുപ്ത, ഇന്നൊരാൾ വന്നിട്ട് പ്രണോപ്സെ എന്ന്. ഈ പ്രണോപ്സെ എന്ന ആള് തലവറിൻ്റെ ഒപ്പം ചീഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ് നടന്ന ആളാണ്. അവർ 2 പേരും എന്ത് പറയണമെന്ന് വെച്ചാൽ ഇത് വിശ്വസിക്കുന്ന പോലെ ഇല്ല എന്ന്. IMF പറഞ്ഞ സത്യം തന്നെ, നമ്മളിതിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയുന്നു. ഇല്ല, സെൻഗുപ്ത എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടോപ്പ് 100 200 കോർപ്പറേറ്റ് കമ്പനീനെ സർവേ എടുക്കുന്നു. അവർ എല്ലാം ഓക്കെ, എല്ലാം ടോപ്പ് ടെക്കർ എന്ന് പറഞ്ഞാൽ അതിനെ വെച്ച് അൺഓർഗനൈസ്ഡ് സെക്ടറും വളരെ സൂപ്പറായിട്ട് ഓടുന്നു എന്ന് ചേർന്ന് കണക്കിട്ട് ഇന്ത്യ എക്കോണമി സൂപ്പർ എന്ന് നമ്മുടെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നു. ആക്ച്വലി എന്തെന്ന് വെച്ചാൽ റിയൽ പ്രോബ്ലമേ അൺഓർഗനൈസ്ഡ് MSME, NSE അതുപോലത്തെ സ്ഥലങ്ങളിലാണ് പ്രോബ്ലമേ ഇരിക്കുന്നത്. ആ സെക്ടറെ നിങ്ങൾ സർവേ എടുക്കാതെ ടോപ്പ് 200 300 1000 2000 കോർപ്പറേറ്റിനെ വെച്ച് ഒരു ഡേറ്റ എടുത്തോണ്ട് ഇത് തന്നെ ഡേറ്റ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണ്. ആക്ച്വലി നോക്കിയാൽ ഗ്രോത്ത് 4% തന്നെ എന്ന് അവർ പറയുന്നു. പ്രണാബ് സെയിൻ എന്ത് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഡേറ്റ ഇല്ല എന്ന് പറയുന്നു. ഏത് സത്യമെന്ന് നോക്കിക്കോ. ഇതിൻ്റെ ശേഷം IMF പറഞ്ഞു, തലവൻ്റെ അടുത്തിരുന്ന ചീഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു, അബ്ജിം സെൻഗുപ്ത പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് വെച്ചോ. വിശ്വസിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ബയസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രയും നല്ല സത്യം നിങ്ങളടുത്ത് പറഞ്ഞാലും കോൺഫ്ലിക്റ്റ് ഇട്ട് മൈൻഡിൽ ഒരു ഐഡിയ ഇട്ടാൽ ബോൾ പോലെ ബൗൺസായി തിരികെ വരും. സത്യത്തിനെ മാറ്റാൻ പറ്റില്ല. മാർക്കറ്റ് സത്യത്തിനെ വെളിവിടും. പിന്നെ ഒരു കാര്യത്തിന് ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഗ്രോത്ത് നന്നായിരുന്നാൽ എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് ഗ്രോ ആവണം. ഇവിടെ എക്സ്പോർട്ട് കിടപ്പിലാണ്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും കിടപ്പിലാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എല്ലാവരും പറയും. പക്ഷെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ നോക്കുമ്പോൾ GST കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കുറച്ചുകൊണ്ട് 40 നാളിൽ നിങ്ങൾ വിട്ടിരിക്കുന്നു. മെയിൽ ഇതേ നമ്പർ മെയിൻറ്റെയിൻ ആയെങ്കിൽ ഓക്കെ സൂപ്പർ ഗ്രോത്ത് എന്ന് പറയാം. കാരണം എന്ത് പറയണമെന്ന് വെച്ചാൽ 5% തന്നെ ഗ്രോത്ത് ഇരിക്കും എന്ന് പറയുന്നു. അത്രയും GST കട്ട് ചെയ്ത് 5% ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ് കാര്യമെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. EV സെയിൽസിൻ്റെ നമ്പേഴ്സ് വന്നിരിക്കുന്നു. EV സെയിൽസിൽ ഒക്ടോബർ നവംബറിനുമേ 6000 സ്കൂട്ടർ കുറച്ചാണ് വിറ്റിരിക്കുന്നത് എന്ന് വാഹൻ ഡേറ്റ പറയുന്നു. വാഹൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡേറ്റ ആണ്, എൻ്റെ ഡേറ്റ അല്ലാതെ. അതിൽ തന്നെ 6000 കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഓല വളരെ കഷ്ടപ്പെട്ട് 5ാം സ്ഥലത്തിന് പിടിച്ചിരിക്കുന്നു. 4ലിരുന്ന് 5ാം സ്ഥലത്തിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹീറോ ആണ് ടോപ്പിലിരിക്കുന്നത്. ഇപ്പോൾ വിടയെ കൂടെ ചേർന്ന് ഇപ്പോൾ 4ാം ഇടത്തിലാണ് പോയിരിക്കുന്നത്. ഏത്തറിൽ ഒരു വലിയ സ്റ്റേക്ക് വച്ചിട്ടുണ്ട്. ഏത്തറിനെ ചേർക്കുവാണെങ്കിൽ അവർ ബജാജിലും റേസ് അടിച്ച് ഏത്തർ ഹീറോ അതിൻ്റെ ശേഷം തന്നെ ബജാജ് വെറും 25,000 വണ്ടിക്ക് മുകളിലാണ് വിൽക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഇലക്ട്രിക് മാർക്കറ്റ് ടോപ്പ് 3ലാണ് ഇരിക്കുന്നത്. ഇൻ്റർനെറ്റിനെ നമ്മൾ പാക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വളരെ കോസ്റ്റ്ലി. ഇതിനെ തൊടാൻ പറ്റില്ല. വൈരസൂചിയാണ്.
ഇത് കാരണം ഇതും ഞാൻ പറയുന്ന തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സൈഡിൽ ഇരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആദ്യം 10% കയറി ഒരു 6% വീഴുന്നു. ഈ ഒരു 5% ഏറിയിരിക്കുന്നു നാറ്റ്കോ. നാറ്റ്കോയെ നിങ്ങൾ ഇന്ന് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് സാലറി വന്നിരിക്കും. നാറ്റ്കോ ഇന്നും പല ദൂരം കയറും. അതൊരു മാരത്തോൺ പോലെ ഓടേണ്ട ഒരു വണ്ടിയാണത്. നിങ്ങൾ അതിൽ കയറിയിരിക്കാം. എന്തെന്ന് വെച്ചാൽ അത് മാരത്തോണിൽ ജയിക്കും. പാക്കറ്റിൽ വാങ്ങിയിട്ടോ. സൈഡിൽ LICയെ കുറിച്ചൊരു ന്യൂസ് വന്നപ്പോൾ പിൻകാലത്തിലൊക്കെ നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നു. LIC ഒരു കാര്യം ചെയ്യുന്നു, ഞങ്ങൾ പിൻകാലത്തിൽ ചെയ്യാത്ത ഒരു കാര്യം. A1 A2 മാത്രം സ്പെഷ്യലായിട്ട് വോട്ടിംഗ് ഇടും. അതായത് ഈ ഷെയർ ഹോൾഡർ മീറ്റിങ്ങിൽ വോട്ടിംഗ് ഇടേണ്ടത് കമ്പനിയിലുള്ള എല്ലാ ഷെയർ ഹോൾഡറിൻ്റെ ഒരു ജോലിയാണത്. A1 and A2 മാത്രം പല വട്ടം എന്ന് വോട്ടിട്ട് സൊല്യൂഷനിൽ കൂടെ അത് അപ്പോസ് ചെയ്തില്ല പോലെ മറ്റ് മുകേഷ് അംബാനിയെ ചെയർമാനായിട്ട് വയ്ക്കാമോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ഇരിക്കുന്നല്ലോ. 3 മക്കളുമുണ്ട്, നിൻ്റെ അമ്മയുമുണ്ട്, നിങ്ങളെ ഭാര്യയുമുണ്ട്, നിങ്ങളെ കസിൻസും ഇരിക്കുന്നല്ലേ. ചോദ്യത്തിന് ബോർഡ് ചോദിച്ചില്ല പോലും. അതേ സ്ഥലത്തിൽ വേണു ശ്രീനിവാസൻ ഇരിക്കുന്നല്ലേ. ഒരു TVSന് ചെയർമാനായിരിക്കുന്ന സമയം എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ടിന് ഇട്ടു. അതായത് TVS വന്നിട്ട് എത്തിക്കൽ അല്ല, A1 A2 വളരെ എത്തിക്കൽ. എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോ. ഫൈനാൻസിൽ കാശിന് ഇടുമോ വേറെ എവിടെ ഇടുമെന്ന് മനസ്സിലായാൽ ശരിയാണ്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് സമയമല്ല അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇതിൽ അദാനി പോർട്ട് മട്ടം നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ്, അതാണ് ഓണർ കമ്പനി. വിഷ്ണു എന്ത് പറയണമെന്ന് വെച്ചാൽ അതിപാതാളത്തിലാണ് ഇരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നോക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പോയി നോക്കിക്കോ. പക്ഷെ ഞാൻ അതിനൊന്നും നോക്കുന്നതില്ല. ഇതാണ് LIC പറയുന്ന കാര്യം. ഇപ്പം നമ്മൾ വന്നിട്ട് ഗ്രോത്തിനെ കുറിച്ച് സംസാരിച്ചു, LICയെ കുറിച്ച് സംസാരിച്ചു. സിൽവറിനെ കുറിച്ച് നോക്കാം. വെള്ളി കയറിയിരിക്കുന്നു നീ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. മാറ്റർ എന്താണെന്ന് ഞാൻ പറയാം. ഇന്നും 20,000 രൂപ ഡിഫറൻസ് ഉണ്ട്. ഈ ഫ്രൈഡേക്ക് മുമ്പേ നിങ്ങൾ നോക്കിയെങ്കിൽ താങ്ക് ഗോഡ് ഫ്രൈഡേ എന്നൊരു ദിവസം വരും. താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ അന്ന് തിൻ വാല്യൂംസ് തന്നെ ഇരിക്കും. അതിനെ വിശ്വസിക്കരുത് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. പക്ഷെ അപ്പോൾ അവിടെ വെള്ളി കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് ഇത് ഷിക്കാഗോ മെത്തഞ്ചർ എക്സ്ചേഞ്ചിൽ തന്നെ ഇതൊക്കെ നടക്കും. അവിടെ ഒരു 6 അവർ ഔട്ടേജ് ആണ്. ഇപ്പോൾ ഇത് ട്രേഡിംഗ് ടെർമിനൽ വന്നിട്ട് 6 മണി നേരത്തിന് മൂടിയാണ് ഇരുന്നിരിക്കുന്നത്. നീയും നാനും ഒരുത്തർ കൊടുത്താണ് അതിന് മാർക്കറ്റിനെ കയറ്റിയിരിക്കുന്നത്. 20 ദിവസത്തിൽ തിരികെ കാറ്റ് ഇറങ്ങും. ഓൾഡ് 3% കയറ്റി, 3% കയറ്റി, മാത്രം 6-7% കയറ്റിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് ഒരു 20 ദിവസത്തിൽ തന്നെ കാറ്റിനെ ഇറക്കും എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരേടിയായിട്ട് മാർക്കറ്റിനെ കയറ്റിയുണ്ട്. അവിടെ സംസാരിക്കുന്ന മുമ്പേ മാർക്കറ്റിനെ കിടപ്പിലാക്കി അവർ. ഇപ്പോൾ LICയെ കുറിച്ച് പറഞ്ഞായി, ഇന്ത്യ ഗ്രോത്തിനെ കുറിച്ചും പറഞ്ഞായി. നോ ആർ നൗ ഡിസ്ക് ഇൻസുലിനെ വിട്ട് വെളിയിൽ പോകണമെങ്കിൽ ബയോകോണിനും ഗ്രീസ് ലൈഫിനും ഒരേ കൊണ്ടാട്ടമാണ്. ഇത് പറഞ്ഞ ഡയബറ്റീസിൽ അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നു. അവർക്കൊരു സ്പീച്ച് പാർട്ട് സിപ്ല എന്ത് പറയണമെന്ന് വെച്ചാൽ ഡൈ ബിസിനസ് വന്നിട്ട് ഊതിയാൽ തന്നെ പറക്കും അങ്ങനെ എന്ന് പറഞ്ഞ് ഊതിനോ മരുന്നിനോ നോക്കിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂസും ഗോൾഡ് വന്നിട്ട് അടുത്ത കാര്യം ഗോൾഡിനെ കുറിച്ചാണ്. ഗോൾഡ് ഇത്രയും കോസ്റ്റ്ലി ആയിരുന്നാലും അത് തന്നെ വിൽക്കുന്ന പോലെ, പക്ഷേ ഡയമണ്ട് വന്നിട്ട് കൂടുതൽ വിൽക്കുന്നില്ല എന്ന് പറയുന്നു. അതിൽ വന്നിട്ട് ബുദ്ധിശാലികൾ എന്ന് നിങ്ങളുടെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു. ഇതിനെ കുറിച്ച് പറയുമ്പോൾ സ്വർണം 22 ക്യാരക്ടറിനെ കുറിച്ച് പറയണം. 2,000 രൂപ ക്രോസായി പോയിക്കൊണ്ടിരിക്കുന്നു. 12,070 പ്ലസ് ടാക്സ് ആണ്. നമ്മൾ 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 13,000 രൂപ പ്ലസ് ടാക്സ് ആണ്. ഇരുന്ന് സെക്കൻഡ് വീക്ക് ഓഫ് ഡിസംബറിൽ ഒരു റേറ്റ് കട്ട് ചെയ്യാതെ ടൈറ്റാ സംസാരിച്ചെങ്കിൽ ഗോൾഡ് ഇറങ്ങാൻ ചാൻസ് ഇരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. ഗോൾഡിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച കാര്യം. ഇപ്പോൾ ലങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെൽനസ് സെൻറ്ററിന് സിപ്ല ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സൈഡ് ഓഫ് ലൈഫ് സയൻസസ് അഫ്ഗാനിസ്ഥാനിൽ പോയി ഫ്രോണ്ടിയർ മാർക്കറ്റിൽ നമ്മൾ ഇറക്കി വിട്ടെങ്കിൽ ആ പ്രോഡക്റ്റ് സൂപ്പറായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ അവർ ഫ്രോണ്ടിയർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രം മിറക്കിൾക്കാർ കിർക്കാതിരുന്ന എങ്ങനെയാണ്, ഈ വിറ്റാര എന്ന പ്രോഡക്റ്റിനെ ഈ ആഴ്ചയിലിരുന്ന് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ലെൻസ്കാർട്ട് എന്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പ്രോഫിറ്റ് 103 കോടി രൂപ, എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റാണ്. ഇവിടെ കുറച്ച് കയറിയിട്ടുണ്ട്. എപ്പോഴാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ന്യൂവൽ കാറ്റാര കമ്പനി വോൾട്ടാസിൻ്റെ മുകളിൽ
അപ്പോൾ കേസ് ഇട്ടിരിക്കുന്ന പോലെ ഓപ്പറേഷൻ ക്രെഡിറ്റർ സെറ്റ് ചെയ്യുന്നില്ല, കമ്പനി എഴുത്തു മൂടാൻ ഇന്നു. അത് 1000 രൂപയ്ക്ക് മേലാണ് ഷെയർ വിറ്റുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കമ്പനിയൊക്കെ മൂടാൻ പറ്റൂല. നിങ്ങളെ രണ്ടുപേർക്കും ഇടയിൽ ഇരിക്കുന്ന മുമ്പേ ഇരിക്കുന്ന ഡിസ്പ്യൂട്ട് അത് വേറൊരു കാര്യം. നിങ്ങളെ ഡിസ്പ്യൂട്ടിനെ നിങ്ങൾ യൂണിവേഴ്സലായിട്ട് സെറ്റിൽ ചെയ്തോ. ഇത് കാരണം താത്ത കമ്പനിയൊക്കെ ബോണ്ടി ആകുമെന്ന് പറഞ്ഞ് കേസൊന്നും ഇടരുത് എന്ന് പറഞ്ഞ് NCLT-യിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് രണ്ടാമത്തെ ലെവലിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം കാശ് വാങ്ങാൻ ഒരു ഡിസ്പ്യൂട്ട് ഇരിക്കുന്ന സമയം നമ്മളിപ്പോൾ ഈ ഒരു കമ്പനിയെ ഡിസോൾവ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല എന്ന് ആ തീർപ്പിനെ നമുക്ക് എടുക്കാം. പിന്നെ എയർ ഇന്ത്യയിൽ ഒരു ന്യൂസ്, എത്രയും കാശായാലും എനിക്ക് പ്രശ്നമില്ല, ബിസിനസ് ഇല്ല, ഞങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങളെ പെരുന്തലവർ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, എത്രയും നഷ്ടമായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കും കാശിന് എന്ന് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഓഗോൺ ഗ്രോത്ത് ഇരിക്കുന്ന കാർ ഓട്ടോ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മഹേന്ദ്ര ചേർന്ന് എന്ത് പറയണമെന്ന് വെച്ചാൽ ഭാരത് 5 ഭാരത് 6 എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ നമ്പർ പറയുന്നു. ഇതൊക്കെ മാത്രം എന്താണ് നിങ്ങൾ കുറച്ച് കൊടുത്തിരിക്കുന്നു. ഹോം ഗ്രോൺ കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനി. മാരുതിയെ നിങ്ങൾ വാജ്പേയിയുടെ കാലത്തിൽ തന്നെ ജപ്പാനിന് വിറ്റു. അവർക്ക് മാത്രം എന്താണ് കാർ എമിഷൻ കൊടുക്കുന്നു എന്ന് ചോദ്യം ചോദിച്ച് വിട്ടിരിക്കുന്നവരെ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താകുമെന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് മനസ്സിലാവുന്നില്ല. ശരി, ഇരിക്കട്ടെ. IPO പൈപ്പ്ലൈൻ 30,000 കോടി നടക്കുന്നു. അവിടെ തട്ടിയ 40,000 കോടി എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു. മസ്ക് വന്നിട്ട് നിഖിൽ കാർമർക്ക് എടുത്ത് സംസാരിക്കുന്ന സമയം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതിനെ കേട്ടില്ല എന്ന്. HNB-നെ തുറന്നു വിടണം, ഇന്ത്യയിൽ നല്ല പഠിച്ച ആൾക്കാർ ഇവിടെ വന്നാൽ ഞങ്ങൾക്കാണ് നല്ലതെന്ന് അവരൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ടാരിഫിനെ കുറിച്ച് പറയുന്നു. ട്രംപ് പറയുന്നതിന് അനുസരിക്കുന്നില്ല പറയുന്നു. പക്ഷേ ട്രംപ് എന്താണ് പറയുന്നു, ട്രംപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രംപ് എന്താണ് പറയുന്നു എന്നതിനെ നമ്മൾ നോക്കണം. സക്സസ്സിനെ ആരിനു വേണ്ടിയും ഡിസൈൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പാക്കറ്റിൽ തന്നെ വച്ചിരിക്കും, സമയം ഇറക്കും. ജോബിൽ നിന്നാണ് ഇറക്കുന്നത്. അവൻ തലയാട്ടി ബൊമ്മ പോലെ ഞാൻ പറയുന്നതൊക്കെ പറയും. അത്കറ്റിൽ ഇനിയും കൺഫ്യൂഷൻസൊക്കെ റേസ് ആവും പറഞ്ഞ് തീർത്തിരിക്കുന്നു. ആണ് ഇന്നുള്ള വാർത്തകൾ. അല്ലാതെ ഒരു മുഖ്യ വാർത്ത ഉണ്ട്. മാസവും കാശിനെ വെളിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. എല്ലാ കാരണം എന്താണ് പറയണമെന്ന് വെച്ചാൽ IPOയിൽ മങ്ങാത്ത കളിക്കാൻ മാത്രം ഞാൻ വരാം. ഈ കോണ്ടെക്സ്റ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മെഡിക്കയെ കട്ടിപ്പിടി വൈദ്യം ചെയ്യാനാണ് പറയുന്നത്. ആ ആർട്ടിക്കിൾ ഞാൻ കണ്ടായിരുന്നത്. 8.2 വിലവാശി കയറിയെന്ന് പറഞ്ഞ് ഞാൻ കണക്ക് കാണിച്ചെങ്കിൽ 13% ഗ്രോത്ത് കാണിക്കണം. വിലവാശി ആൻഡ് ഗ്രോത്ത് എത്രയെന്ന് നിങ്ങൾ മനസാക്ഷിത്വത്തിൽ നിങ്ങൾ പറയാം. ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.